യുകെയിലെ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കുന്ന ഇമിഗ്രേഷൻ പ്ലാനുകളാണ് പുതിയ വൈറ്റ് പേപ്പറിലൂടെ ഗവൺമെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്ലാനുകൾ അനുസരിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സ്റ്റുഡൻസിന് വരുന്നത്, ഇനി യുകെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ഇപ്പോൾ യുകെയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിനും പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്ലാനുകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികൾക്കുള്ള റിക്വയർമെന്റുകളിൽ വലിയ മാറ്റങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അതനുസരിച്ച് 95% എൻറോൾമെന്റ് ഉണ്ടായിരിക്കണമെന്നുള്ളതും 90% കംപ്ലീഷൻ റേറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ള കർശന നിയമങ്ങൾ കൂടിയാണ് യൂണിവേഴ്സിറ്റികൾക്ക് നൽകുന്നത്. ഈ റിക്വയർമെന്റ് പാലിക്കാൻ കഴിയാത്ത യൂണിവേഴ്സിറ്റികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലോട്ട് നിയമങ്ങൾ മാറും. യുകെയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ധാരാളം സ്റ്റുഡൻസ് ആണ് പല രാജ്യങ്ങളിൽ നിന്നും എത്തിയത്. എന്നാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഡ്രോപ്പ് ഔട്ടായി മറ്റ് പല കാറ്റഗറി വിസകളിലോട്ട് മാറുന്നത് ഒരു പൊതു ട്രെൻഡായി മാറി. ഈ ഒരു സ്റ്റഡി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യുകെയിലെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന കോഴ്സിൽ 90% സ്റ്റുഡൻസ് എങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന നിയമം കൊണ്ടുവരുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാതെയാകും. യുകെയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന 2 വർഷക്കാലത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നിർത്തലാക്കുമെന്ന സൂചനകൾ മുൻപുണ്ടായിരുന്നുവെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് കടന്നില്ല. അതിന് പകരമായി 2 വർഷക്കാലം അനുവദിച്ചിരുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 18 മാസക്കാലമാക്കി ചുരുക്കുന്ന, അതായത് 1.5 വർഷം മാത്രം നൽകുന്ന രീതിയിലോട്ടാണ് പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്നും ഈ ഒരു 18 മാസ കാലയളവിനുള്ളിൽ അവർക്കൊരു ജോലി കണ്ടെത്തി യുകെയിൽ തുടരാൻ കഴിയുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ല. 1.5 വർഷക്കാലം മാത്രം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നൽകുമ്പോൾ അതിപ്പോൾ യുകെയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ബാധകമാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്നാൽ ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിയമമായതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് നിയമം ബാധകമാണോ എന്ന് ഗവൺമെന്റ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല. പുതിയ പ്ലാനുകൾ അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് പ്രത്യേക ബാൻഡിംഗ് ഏർപ്പെടുത്തും. റെഡ്, ഗ്രീൻ, ആംബർ എന്നീ ബാൻഡിങ്ങുകൾ അനുസരിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഈ ഒരു ബാൻഡ് തീരുമാനിക്കും. റെഡ് ബാൻഡിംഗ് ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാൻ കഴിയില്ല. ആംബർ, ഗ്രീൻ എന്ന മറ്റ് കാറ്റഗറികളും ഉണ്ടാകും. ഗ്രീൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല. യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് റൂളുകളെല്ലാം കൃത്യമായി കംപ്ലൈന്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ബാൻഡിംഗ് സിസ്റ്റം കൊണ്ടുവരിക. യൂണിവേഴ്സിറ്റികൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് തയ്യാറാക്കി നൽകും. ഏതൊക്കെ കാറ്റഗറികളിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാം, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡൻസ് നൽകുകയും അതനുസരിച്ച് മാത്രം യൂണിവേഴ്സിറ്റികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലോട്ട് ഗവൺമെന്റിന്റെ ഫുൾ കൺട്രോളിലോട് കൂടി മാത്രമായിരിക്കും ഇനി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ യുകെയിലോട്ട് എത്താൻ കഴിയുക. കുടിയേറ്റം വർദ്ധിച്ചതിന് പ്രധാന റീസൺ സ്റ്റുഡൻസും മറ്റ് അൺസ്കിൽഡ് കാറ്റഗറിയിലും എത്തിയവർ എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇത്തരം കർശന നടപടികളിലോട്ട് ഗവൺമെന്റ് കടക്കുന്നതും. അതുമാത്രമല്ല 180 ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ജോലികൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനവും പുതിയ പ്ലാനുകളിലൂടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അതനുസരിച്ച് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോലികൾക്ക് മാത്രം യുകെയിലോട്ട് എത്താൻ കഴിയുന്ന സാഹചര്യങ്ങളായിരിക്കും ഫ്യൂച്ചറിലുണ്ടാവുക. ഡിഗ്രി ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ യുകെയിൽ വർക്ക് വിസ ലഭിക്കാത്ത പുതിയ നിയമങ്ങളും ഗവൺമെന്റ് കൊണ്ടുവരുന്നു. ഇപ്പോൾ പല ജോലികൾക്കും, പ്രത്യേകിച്ച് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് ഡിഗ്രി ഇല്ലെങ്കിലും യുകെയിൽ വർക്ക് വിസ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ജനറൽ നഴ്സുമാരുടെ കാര്യത്തിൽ ഈ ഒരു നിയമം ആപ്ലിക്കബിൾ ആയിരിക്കുമോ, അതിൽ എക്സംഷൻ ഉണ്ടാകുമോ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഗവൺമെന്റ് അത്തരമൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ NMCയും യുകെയിലെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലും ഈ ഒരു നിയമത്തിനനുസരിച്ച് പുതിയ ചേഞ്ചുകൾ നടപ്പാക്കണം. ആ ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ജനറൽ നഴ്സുമാർക്ക് യുകെയിൽ വരാൻ കഴിയാതാവുക. നിലവിലെ സാഹചര്യത്തിൽ ജനറൽ നഴ്സുമാർക്കും യുകെയിൽ എത്തുന്നതിന് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന രീതി അനുസരിച്ച് ഏജൻസികൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് യുകെയിൽ അഡ്മിഷൻ നൽകാനാകും. യൂണിവേഴ്സിറ്റികൾ ഏജൻസിനെയാണ് ഈ ഒരു കാര്യം അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻസിന് സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകുന്നതിന് തടസ്സങ്ങളില്ല. ആ രീതികൾക്കെല്ലാം മാറ്റങ്ങൾ വരുന്നു. ഏജൻസി ക്വാളിറ്റി ഫ്രെയിംവർക്ക് ഓരോ ഏജൻസികളും സൈൻ അപ്പ് ചെയ്യണം. അവരുടെ ക്വാളിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാക്കുന്ന ഈ ഒരു പ്ലാൻ അനുസരിച്ച് എല്ലാവർക്കും യുകെയിലെ യൂണിവേഴ്സിറ്റികളിലോട്ട് സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാൻ കഴിയാത്ത രീതിയിലോട്ടും നിയമങ്ങൾ വരുന്നു. യൂണിവേഴ്സിറ്റി മേഖലയിലെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരമൊരു കർശന നിയമം കൂടിയാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഏജന്റുമാരുടെ കാര്യത്തിലും അവരുടെ ക്വാളിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാൻ കഴിയുമോ, അവരുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫ്രെയിംവർക്ക് കൂടി ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം അഡ്മിഷൻ നൽകുന്ന രീതിയിലോട്ട് പുതിയ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാറും. ഏതെങ്കിലും നിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് സ്റ്റുഡൻസിന് യുകെയിലോട്ട് വരാൻ കഴിയുന്ന പഴയ രീതികളെല്ലാം പൂർണ്ണമായും അബോളിഷ് ചെയ്യുന്ന നിയമങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നതും. ഇപ്പോൾ ധാരാളം പേർ യുകെയിൽ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും നഴ്സിംഗ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ അവർക്ക് ഇപ്പോൾ യുകെയിലോട്ട് വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. എന്നാൽ ഇപ്പോൾ യുകെയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ധാരാളം പേർ ഇപ്പോൾ ജോലിയില്ലാതെ കഴിയുന്നു. നഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷവും കുറെ നാൾ മുൻപ് ഓരോ ഹോസ്പിറ്റലിന്റെയും വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിരവധി ബാൻഡ് 5 ഒഴിവുകൾ ഉണ്ടാകും. ധാരാളം ഒഴിവുകൾ എപ്പോഴും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിന്റെയും
സൈറ്റുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം, ഡയറക്റ്റായി നോക്കാം. അവിടെ ഒഴിവുകൾ തീരെ ഇല്ലാതായിരിക്കുന്നു. ഒഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെ സ്പോൺസർഷിപ്പ് നൽകുന്ന ജോലികൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇത് ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ UK-യിലുള്ളത്. അതിന് പ്രധാന കാരണങ്ങൾ ചിലവ് ചുരുക്കൽ എന്നതാണ് പ്രധാന പോളിസി. NHS ഹോസ്പിറ്റലുകൾക്ക് നൽകുന്ന ബജറ്റിൽ വലിയ കുറവുണ്ടായതിനു ശേഷം ഓരോ ഹോസ്പിറ്റലുകളും ചിലവുകൾ എങ്ങനെ ചുരുക്കാം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നതും അത് നടപ്പാക്കാനായി ആരംഭിച്ചിരിക്കുന്നത്. പുതിയ ഈ റിക്രൂട്ട്മെന്റുകൾ തീരെ ഇല്ലാതായിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാന NHS ഹോസ്പിറ്റലുകളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണത്. ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ 3 വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ ഈ ഒരു സാഹചര്യമായിരിക്കില്ല. കൂടുതൽ ഒഴിവുകൾ ഉണ്ടായേക്കാം. NHS-ലും മറ്റ് ഹെൽത്ത് കെയർ മേഖലയിലുമെല്ലാം ആ സമയത്ത് ഒഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ നിലവിലെ സാഹചര്യമാണ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പോൾ UK-യിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ലഭിച്ച സ്റ്റുഡൻസ് ജോലിയില്ലാതെ സെർച്ച് ചെയ്യുന്നത് വളരെ കോമൺ ആയിരിക്കുന്നു. മറ്റൊരു പ്രധാന നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് UK-യിൽ ഒരു കോഴ്സ് പഠിക്കാനായി വരുമ്പോൾ ആ ഒരു അഡ്മിഷൻ UK-യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതിന് പ്രധാന കാരണം ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ഏതെങ്കിലും കോഴ്സുകൾക്ക് എത്തിയാൽ അവർക്ക് ആ ഒരു ജോബ് കാറ്റഗറികളിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാകുമോ, UK-യിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ, ആ കോഴ്സ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാതാകുമോ, ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തി മാത്രം അത് അത്യാവശ്യമായ ഒരു രാജ്യത്തിന് പ്രയോജനകരമായ ഒരു കോഴ്സാണ്, ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്, ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകുന്ന രീതിയിലോട്ടും നിയമങ്ങൾ കർശനമാകും. UK-യിലെ യൂണിവേഴ്സിറ്റികൾ പ്രധാനമായും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാനുള്ള കാരണം അവരിൽ നിന്ന് വാങ്ങുന്നത് ഉയർന്ന ഫീസാണ്. UK-യിലുള്ളവരാണെങ്കിൽ ഒരു കോഴ്സിന് പഠിക്കുന്നതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ ഫീ ആണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സ്റ്റുഡൻസ് നൽകുന്നത്. ഇത് യൂണിവേഴ്സിറ്റികൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റികളെ കാര്യമായി ബാധിക്കും. ഇപ്പോൾ തന്നെ ധാരാളം യൂണിവേഴ്സിറ്റികളാണ് ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാനായി തയ്യാറായിരിക്കുന്നത്, കോഴ്സുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് കടക്കുകയുമാണ്. കടുത്ത ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ കുറവുണ്ടാക്കുമെന്നും അത് യൂണിവേഴ്സിറ്റികൾ തകരുന്നതിന് കാരണമാകുമെന്ന അഭിപ്രായവും ലീഡേഴ്സ് നൽകുന്നു. എന്നാൽ നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല. ഇത്രയും നാളും UK-യിലെത്തുന്ന സ്റ്റുഡൻസ് അവരുടെ കോഴ്സിന് ശേഷം ഏതെങ്കിലും ഒരു ജോലി കണ്ടെത്തി മാറാമായിരുന്നു. ബേസിക് സ്കിൽഡ് ജോലികളൊക്കെ അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ പ്ലാനുകൾ അനുസരിച്ച് ഒരു വർക്ക് വീസ ലഭിക്കണമെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോലി ആയിരിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. ഗ്രാജുവേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, ആ ലെവലിലുള്ള ഒരു ജോലി ലഭിച്ചാൽ മാത്രം വർക്ക് വീസ ലഭിക്കുന്ന രീതിയിലോട്ടും നിയമങ്ങൾ മാറും. റിയലായി ജെന്യുവിനായി പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് വലിയ സാധ്യതകൾ തന്നെയാണ് UK എപ്പോഴും നൽകുക. ഫ്യൂച്ചറിലും അങ്ങനെ തന്നെയായിരിക്കും. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 18 മാസമാക്കി വെട്ടിച്ചുരുക്കിയെങ്കിലും ആ ഒരു സമയത്ത് നല്ലൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ അവർക്ക് UK-യിൽ തുടരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ UK-യിൽ വ്യാപകമായ ഇമിഗ്രേഷൻ ചേഞ്ചുകൾ ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും വാല്യുബിൾ കോഴ്സ് പഠിക്കാനെത്തുന്നവർക്ക് സാധ്യതകൾ നൽകുന്ന രീതിയിൽ തന്നെയായിരിക്കും നിയമങ്ങൾ ഉണ്ടാവുക. ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളുള്ള രാജ്യമാണ് UK. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് അവസരം നൽകുന്നതിനും മികച്ച കോഴ്സുകൾ പഠിക്കുന്നതിനും രാജ്യത്ത് തുടരുന്നതിനും തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നിലവാരമില്ലാത്ത കോഴ്സുകൾ അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുക, UK-യിൽ എത്തുന്നത് ജെന്യുവിൻ സ്റ്റുഡൻസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും നാളും ഉണ്ടായിരുന്നതുപോലെ സ്റ്റുഡന്റ് വിസയിൽ UK-യിൽ വരികയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് വിസകളിലോട്ട് മാറുകയും ഡിപ്പെൻഡൻസുമായി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായി സ്റ്റുഡന്റ് വിസയും കാണുന്ന ആ ഒരു രീതിക്കാണ് മാറ്റം വരുന്നത്. റിയലായി പഠിക്കാൻ വരുന്നവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് UK-യിൽ ഒരു ജോലി കണ്ടെത്തുന്നതിനോ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ ഒരു വിസ കാറ്റഗറിയെ സെറ്റിൽമെന്റ് ഓപ്ഷനായി ദുരുപയോഗം ചെയ്ത രീതിയാണ് ഇനി മുതൽ ഇല്ലാതാവുക. ഹയർ സ്റ്റഡീസിന് ധാരാളം സാധ്യതകൾ നൽകുന്ന ഒരു രാജ്യം എന്ന നിലയിൽ റിസർച്ച് കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനും തടസ്സങ്ങളൊന്നുമില്ല. കോഴ്സിന് ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന്റെ സമയത്തും ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താം. ജോലി കണ്ടെത്തുകയാണെങ്കിൽ പിന്നീടും UK-യിൽ തുടരാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാകും. ധാരാളം സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിരുന്നു. നമ്മുടെ ചാനൽ പല യൂണിവേഴ്സിറ്റികളിലും പോയി സ്റ്റുഡൻസുമായി നേരിട്ട് ഇന്റർവ്യൂ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. നല്ലൊരു ശതമാനം സ്റ്റുഡൻസും പറഞ്ഞത് UK-യിൽ അവർ എത്തിയതിനു ശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത്. തിരികെ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജോലി കണ്ടെത്തി തുടരാനാണ് അവർക്ക് താല്പര്യം എന്നുള്ളത്. കേരളത്തിലോട്ട് തിരികെ പോയി കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല എന്ന തോന്നലാണ് പല സ്റ്റുഡൻസും പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെ അതിന് ഉദാഹരണമാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ 24 വയസ്സുകാരൻ കൊല ചെയ്യപ്പെട്ടു. ഇത്തരം വാർത്തകൾ ഡെയിലി കേരളത്തിൽ നിന്നും വരുന്നു. യങ് ജനറേഷന് താമസിക്കാൻ പറ്റാത്ത സ്ഥലമായി കേരളം മാറുന്നു. ക്രിമിനൽ കേസുകൾ ഓരോ ദിവസവും കൂടുന്നു. അത് കൺട്രോൾ ചെയ്യുന്നതിന് ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന അഭിപ്രായം തന്നെയാണ് പൊതുവായി സ്റ്റുഡൻസും പങ്കുവച്ചത്. തീർച്ചയായിട്ടും UK-യിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഫ്യൂച്ചറിലും ഉണ്ടാകും. വിസ ചേഞ്ചുകളൊക്കെ സ്വാഭാവികമായിട്ടും പല സമയങ്ങളിലും ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതാണ്. എങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, റിയലായി പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതകൾ തന്നെയാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്നത്. UK-യിലെ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളും അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലുണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.